ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഈ സ്നാക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഇളയ മോനാണ്. ആർക്ക് വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ബ്രെഡിനെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരേ വലിപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കത്തിയോ കത്രികയോ വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ബ്രെഡെല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്രെഡിനൊന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരേ വലിപ്പത്തിൽ മുഴുവൻ ബ്രെഡും കട്ട് ചെയ്ത് വയ്ക്കാം. ബ്രെഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ബ്രെഡ് പീസസ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇട്ട ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. മീഡിയത്തിലും ലോയിലും ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആകുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. മീഡിയത്തിലും ലോയിലും തന്നെ ഗ്യാസ് ഇടണം. തീ കൂട്ടി വയ്ക്കരുത്. പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് കയ്പ്പായി പോവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് കാരമൽ ചെയ്തെടുക്കാം. ഈ കളറാവുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ 6 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 6 ടേബിൾ സ്പൂൺ പാലുമാണ് ഒഴിച്ചത്. പാലൊഴിക്കുമ്പോൾ പഞ്ചസാര വീണ്ടും കട്ടിയായിട്ട് വരും. അത് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് കിട്ടും. പഞ്ചസാര എല്ലാം ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പീസസ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ക്യാരമലെല്ലാം ഈ ബ്രെഡിൽ നന്നായിട്ട് പിടിച്ച് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. ഇതുപോലൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്ത് വരുമ്പോഴേ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.